Hi all, welcome to Jaylen Speak English. I am Jayram. നമുക്കിന്ന് ഡേ 4 ക്ലാസ്സിലേക്ക് പോകാം. ഡേ 4 ക്ലാസ്സിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ആയിരിക്കുക അല്ലെങ്കിൽ ആണ് എന്നൊക്കെ പറയുന്ന വെർബിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വെർബ് ഉള്ളത് ബി ആണ്. ബി അക്ഷരം ബി അല്ല, ബി ഇ. അപ്പോൾ ഈ ബി എന്ന വെർബ് ഒറ്റയ്ക്ക് നമുക്ക് എവിടെയും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ബി ക്വയറ്റ്, ബി സൈലന്റ് എന്നൊക്കെ ടീച്ചർ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബി ക്വയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വയറ്റ് ആയിട്ടിരിക്കും. ബി സൈലന്റ്, അല്ലെങ്കിൽ ബി ലൗഡ് എന്നൊക്കെ ടീച്ചർ പറയും. ഉറക്കെ ഉത്തരവൊക്കെ പറയേണ്ട സമയത്ത് ബി ലൗഡ്, ഉറക്കെ പറയൂ എന്നൊക്കെ, ഉറക്കെ ആകൂ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കുക, ആണ് എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഇത് എവിടെയാണ് നമ്മളൊരു സെന്റൻസിൽ ഉപയോഗിക്കുന്നത്? നമ്മൾ മലയാളത്തിൽ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടീച്ചർ ആണ്. ഞാനൊരു ടീച്ചർ ആണ് എന്നതിലെ ക്രിയ എന്താണ്? ഈ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആയിരിക്കുക എന്നുള്ളത് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിയയാണ്. അപ്പം ഞാനൊരു ടീച്ചറാണ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഞാനൊരു ഇന്ത്യൻ ആണ്. അപ്പം ഞാൻ ഇന്ത്യൻ ആണ്, ഈ 3 വാക്കുകളാണല്ലോ ഇതിലുള്ളത്. ഇതിൽ ക്രിയാവാക്കായിട്ട് ഇന്ത്യൻ ഒരു ക്രിയാവാക്കല്ല, അതൊരു വിശേഷണമാണ്. എൻ്റെ ഒരു വിശേഷണമാണ് ഞാൻ ഇന്ത്യൻ ആണ് എന്നത്. ഞാൻ എന്നതൊരു ക്രിയയല്ല, ഞാൻ എന്നത് ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഒരു നാമമാണ് അല്ലേ, ഐ. ഞാൻ ഇന്ത്യൻ ആണ്. ഇതിലെ ആണ് എന്നതാണ് ക്രിയ. ഞാൻ പറഞ്ഞു ക്രിയ ഇല്ലാതെ നമുക്കൊരു സെന്റൻസ് ഉണ്ടാവില്ല. അപ്പോൾ ക്രിയ എന്ന് പറയുന്നത് ആണ്, അല്ലെങ്കിൽ ആയിരുന്നു, ആകും, ഈ 3 രൂപങ്ങൾ, അല്ലെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള രൂപങ്ങൾ ഈ ക്രിയക്കുണ്ട്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആ വേർതിരിവ് വെച്ച് നമുക്ക് പഠിക്കാം. 2 കൂട്ടരുണ്ട് നമ്മൾ പറഞ്ഞല്ലോ, അവൻ, അവൾ, അത്. പിന്നെ എണ്ണത്തിൽ ഒറ്റയ്ക്ക് വരുന്ന മറ്റ് നാമങ്ങൾ, ഇപ്പോൾ ജോൺ, എബി. ജോൺ ആൻഡ് എബി എന്ന് പറയുമ്പോൾ ഒന്നിലധികം വന്നു. കുട്ടി എന്ന് പറയുമ്പോൾ ഒരാളുള്ളൂ. ആൺകുട്ടി, പെൺകുട്ടി, മരം, പേന എന്നൊക്കെ പറയുമ്പോൾ എണ്ണത്തിൽ ഒന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് ആയിരിക്കുക, ആണ് എന്നൊക്കെ പറയാനായിട്ട് ഒരു വാക്കാണ്. അങ്ങനെ അല്ലാത്തവർക്ക് മറ്റൊരു വാക്കാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന വാക്കുകളാണ്. നമുക്കത് എന്താണെന്ന് നോക്കാം. നമുക്കിപ്പോൾ 2 വാക്കുകളാണ്, ഈസ്, ആർ. രണ്ടും ഒരർത്ഥം വരുന്ന വാക്കുകളാണ്. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഒരു കൂട്ടർക്കാണ് ഈസ്, ഒരു കൂട്ടർക്കാണ് ആറ്. അപ്പം ഏത് കൂട്ടർക്കാണ് ഈസ് ഉള്ളത്? എണ്ണത്തിൽ ഒറ്റയ്ക്കുള്ള നാമങ്ങൾക്ക്. എണ്ണത്തിൽ ഒറ്റയ്ക്കുള്ള നാമങ്ങൾ ഏതൊക്കെയാണ്? അവൻ. അപ്പോൾ പറയൂ, ഹി ഈസ്. അവൻ ആണ്, അവനാണ് എന്തെങ്കിലും ആവട്ടെ. അവനാണ് ഒരു ടീച്ചർ. ഹി ഈസ് ഒരു ടീച്ചർ എന്ന് പറയാൻ എ ടീച്ചർ. അപ്പോൾ ഹി ഈസ് എ ടീച്ചർ. ഷീ ഈസ് എ ടീച്ചർ. ഷീ ഈസ് എ ടീച്ചർ. ഷീ ഈസ് എ സ്റ്റുഡൻറ്. സ്റ്റുഡൻറ് എന്ന് പറയുന്നത് വിദ്യാർത്ഥി. ഷീ ഈസ് എ സ്റ്റുഡൻറ് അല്ലെങ്കിൽ വിദ്യാർത്ഥിനി. ഷീ ഈസ് എ സ്റ്റുഡൻറ്. ഇറ്റ് എന്ന് പറയുന്നത് അത്, എന്ത് സാധനമാകാം. അപ്പോൾ ഇറ്റ് ഈസ് ഗുഡ്. ഇറ്റ് ഈസ് ഗുഡ്, അത് നല്ലതാണ്. ഗുഡ് എന്ന് പറയുന്ന ഒരു വിശേഷണമാണല്ലോ, നല്ലതാണ്. മരം, ട്രീ എന്ന് പറയുന്നത് എണ്ണത്തിൽ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ ട്രീ ഈസ് ടോൾ. ടോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയരം കൂടിയത്. ട്രീ ഈസ് ടോൾ. മരം ഉയരം കൂടിയത് ആണ്. ടോൾ എന്ന് പറയുമ്പോൾ ഉയരം കൂടിയത്. ട്രീ ഈസ്, അപ്പം മരം ആണ്, ടോൾ ആണ് എന്ന് പറയുന്ന കാര്യമാണ്. ചൈൽഡ് എന്ന് പറയുമ്പോൾ കുട്ടി, എണ്ണത്തിൽ ഒന്നുള്ളൂ. അപ്പൊ ചൈൽഡ് ഈസ് എന്നാണ് പറയാ. ചൈൽഡ് ഈസ്, കുട്ടിയാണ്. എന്തെങ്കിലും വിശേഷണമാകാം. ചൈൽഡ് ഈസ് ക്യൂട്ട്. ക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? കാണാൻ നല്ല ഭംഗിയുള്ളത്. ചൈൽഡ് ഈസ് ക്യൂട്ട്. ചൈൽഡ് ഈസ് ലവ്ലി. ലവ്ലി ആണ്. അപ്പൊ ഇതൊന്ന് പറഞ്ഞു നോക്കൂ. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ട്രീ ഈസ്, ചൈൽഡ് ഈസ്. ഇവരുടെ ഒപ്പം ഇതേ പോകൂ, ആണ് എന്ന് പറയാൻ. എന്ത് വിശേഷണമാകാം? അപ്പോൾ ഹി ഈസ് എ ടീച്ചർ, ഹി ഈസ് എ ഡോക്ടർ, ഹി ഈസ് എ പോലീസ് മാൻ, ഓക്കെ, ഹി ഈസ് എ മിനിസ്റ്റർ, ഹി ഈസ് എ ലീഡർ, എന്തുമാകാം. ഹി ഈസ് ആൻ ഇന്ത്യൻ. ഇന്ത്യൻ, ആൻ ഇന്ത്യൻ എന്നാണ് പറയാം. എന്തുകൊണ്ടാണെന്ന് പിന്നെ പറയാം നമുക്ക്. അപ്പോൾ ഹി ഈസ് ആൻ ഇന്ത്യൻ, ഷീ ഈസ് ആൻ ഇന്ത്യൻ, ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ലവ്ലി, ട്രീ ഈസ്, ചൈൽഡ് ഈസ്. ഓക്കെ, അപ്പൊ എണ്ണത്തിൽ ഒറ്റയ്ക്കുള്ള ഈ ആൾക്കാരെ നമ്മൾ ഈസ് വെച്ച് ആണ് എന്ന് പറയുന്നു. ബീന്റെ ഒരു രൂപമാണ് ആണ്. ഇതുപോലെ തന്നെ ആയിരിക്കുക, ആയിരുന്നു, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അവനാണ്, അവളാണ്, അതാണ്, മരമാണ്, കുട്ടി ആണ്. ഇനി എണ്ണത്തിൽ ഒന്നിലധികം ഉള്ളവർക്ക് ആണ് അല്ലെങ്കിൽ അതാണ്, അതെന്തെങ്കിലും ആണ് എന്ന് പറയാനായിട്ട് ഈസ് അല്ല, ആറാണ്. അപ്പൊ എണ്ണത്തിൽ ഒന്നിലധികം ഉള്ള ഒരാളാണ് യു. യു ആർ. യു ആർ. യു ആർ സ്റ്റുഡൻസ്.
യു ആർ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ യു ആർ എ സ്റ്റുഡൻറ്റ്, ഒരു സ്റ്റുഡൻ്റ് ആണ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ്, വിദ്യാർത്ഥികളാണ്. അത് ഒന്നിലധികം വരാം. നീ എന്ന് പറയുമ്പോൾ നീ, നിങ്ങൾ, രണ്ടർത്ഥമുണ്ട് അല്ലേ. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിലധികം വരാം. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും. എല്ലാവരെയും എനിക്ക് നിങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യാം അല്ലേ. അപ്പോൾ യു ആർ, അതുപോലെ തന്നെ ദേ, അവർ ഇന്ത്യക്കാരാണ് എന്നെങ്ങനെ പറയും? ദേ ആർ ഇന്ത്യൻസ്, ഒന്നിലധികം, ഇന്ത്യക്കാർ എന്നാണല്ലോ പറയാം. അവർ ഒന്നിലധികം ഉണ്ട്. അപ്പോൾ ഇന്ത്യൻസ്, അവർ ഇന്ത്യക്കാരാണ്. അപ്പോൾ അവർ ഇന്ത്യക്കാരാണ് എന്ന് പറയാൻ ദേ ആർ ഇന്ത്യൻസ്. അപ്പോൾ ഇവിടെ വെർബാണ്, വെർബ് നടുക്ക് വരണം നമുക്കറിയാം. അതുകൊണ്ട് ഹി സബ്ജക്റ്റ്, ഈസ് വെർബ്, ഒബ്ജക്റ്റ് എന്ത് വിശേഷണമാകാം. അപ്പോൾ ഹി ഈസ് എ സ്റ്റുഡൻറ്റ് വിശേഷണം, യു ആർ വിശേഷണം, ദേ ആർ വിശേഷണമാകാം. ഓക്കെ, ഇനി അടുത്ത എന്താണ്? വി, ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്നെങ്ങനെ പറയും? വി ആർ ഇന്ത്യൻസ്. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്, ആ രൂപത്തിൽ തന്നെ നമുക്ക് പഠിച്ചു പോവാം. വി ആർ ഇന്ത്യൻസ്. ട്രീ അല്ലേ, ഇവിടെ ട്രീ എണ്ണത്തിൽ ഒന്നുള്ളൂ. ഇവിടെ ട്രീസ്, മരങ്ങൾ ഒന്നിലധികം ഉണ്ട്. എസ് നാമത്തിന്റെ ഒപ്പം എസ്സും കൂടെ ചേർത്താൽ എന്താവും? അത് ഒന്നിലധികം എന്നുള്ള അർത്ഥത്തിലേക്ക് വരും. അപ്പൊ ട്രീസ് ആർ ടോൾ, മരങ്ങൾക്ക് പൊക്കമുള്ളതാണ്. ട്രീസ് ആർ ടോൾ. അടുത്തത് എന്താണ്? ചൈൽഡ്, ചിൽഡ്രൻ, ഒന്നിലധികം, കുട്ടികൾ എന്നുള്ള അർത്ഥമായി. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ. അപ്പോൾ ചിൽഡ്രൻ ആർ ലവ്ലി, ചിൽഡ്രൻ ആർ ബ്യൂട്ടിഫുൾ. കുട്ടി ഭംഗിയുള്ളതാണ് എന്ന് പറയാൻ ചൈൽഡ് ഈസ് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ചൈൽഡ് ഈസ് ക്യൂട്ട് എന്നൊക്കെ നമ്മൾ പറയാം. ചൈൽഡ് ഈസ് ക്യൂട്ട്, അല്ലെങ്കിൽ ചൈൽഡ് ഈസ് ഹാപ്പി, ചൈൽഡ് ഹാപ്പി ആണ്. അപ്പോൾ ചൈൽഡ് ഹാപ്പി ആണ് എന്ന് പറയാൻ ഇംഗ്ലീഷിൽ വരുമ്പോൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ വെർബായിട്ട് വരുന്നത് ആണ് എന്നുള്ളതാണ്. ചൈൽഡ് ഈസ്, കുട്ടിയാണ് ബ്യൂട്ടിഫുൾ, കുട്ടി ബ്യൂട്ടിഫുൾ ആണ്. ഇംഗ്ലീഷിൽ നമ്മൾ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ചിൽഡ്രൻ ഹാപ്പി ആണെന്ന് എങ്ങനെ പറയും? ചിൽഡ്രൻ ആർ ഹാപ്പി. ഓക്കെ, ഇവിടെ ജോൺ എന്നുള്ള ഒറ്റയ്ക്കുള്ള ആളാണെങ്കിൽ ജോൺ ഈസ് ഹാപ്പി എന്ന് പറയാം നമുക്ക് അല്ലേ. എണ്ണത്തിൽ ഒന്നുള്ളൂ ജോൺ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. അപ്പോൾ ജോൺ ഈസ് ഹാപ്പി. ഇവിടെ ജോൺ ആർ ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല, കാരണം ജോൺ ഒന്നേ ഉള്ളൂ. ജോണിന്റെ ഒപ്പം ഒരാളെയും കൂടെ ചേർത്തിട്ടോ 1, 2, 3 പേരെ ചേർത്തിട്ട് നമുക്ക് ഒന്നിലധികം ആവണമെന്നേ ഉള്ളൂ ആർ ഉപയോഗിക്കാൻ. ജോൺ ആൻഡ് എബി ആർ ഹാപ്പി. ജോണും എബിയും റിച്ച് ആണ്. റിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പൈസ ഉള്ളവരാണ്. ജോൺ ആൻഡ് എബി ആർ റിച്ച്. ജോൺ ആൻഡ് എബി ആർ എഡ്യൂക്കേറ്റഡ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം. എഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസം ഉള്ളവർ. ജോൺ ആൻഡ് എബി ആർ എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അവർ വിദ്യാസമ്പന്നരാണ്. വിദ്യാസമ്പന്നർ എന്നതാണ് എഡ്യൂക്കേറ്റഡിന്റെ അർത്ഥം. ആണ് എന്ന് ചേർക്കാനാണ് ആർ അല്ലെങ്കിൽ ഈസ് ഉള്ളത്. ഇത് നമ്മൾ പഠിച്ചല്ലോ. ഇതിൽ നിങ്ങൾ കരുതുന്നുണ്ടാവും ഒരാൾ മിസ്സിങ് ഉണ്ടല്ലോ. ആരാണ്? ഞാൻ. ഐ മിസ്സിങ് ആണ്. അപ്പൊ ഐക്ക് ഈസ് അല്ല, ഐക്ക് നമ്മൾ ഇവിടെ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ട് ആം എന്നൊരു സാധനം, ഐ ആം, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഐക്ക് മാത്രം ആണ് എന്ന് പറയാൻ ആം ആണുള്ളത്. ഐ ആം. അപ്പോൾ ഐ ആം ഹാപ്പി. ഹൗ ആർ യു എന്ന് ഒരാൾ ചോദിക്കും. ഹൗ ആർ യു നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഹൗ ആർ യു. അവിടെ ആറ് വന്നു, യു ആയതുകൊണ്ട് ആറ് വന്നു, ശ്രദ്ധിക്കുക. ഹൗ ആർ യു ചോദ്യമാണ്. ഹൗ ആർ യു. അതിന് ഉത്തരം എന്താണ്? ഐ ആം ഫൈൻ എന്നല്ലേ നമ്മൾ പറയാം. ഐ ആം ഫൈൻ, താങ്ക്സ് എന്നൊക്കെ നമ്മൾ സിനിമയിൽ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഐ ആം ഞാനാണ്. ഫൈൻ എന്നുള്ളത് എന്താണ്? സുഖമായിട്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. ഫൈൻ ആണ്. ഐ എം ഗുഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഐ ആം ഹാപ്പി, ഐ എം ഗുഡ്, ഐ എം ഫൈൻ എന്നൊക്കെ പറയും. സോ ഐ ആം, ഞാനാണ്. അപ്പോൾ ആണ് എന്ന കാര്യം നമ്മൾ പഠിച്ചു. ഇതിൻ്റെ ഒപ്പം നമുക്ക് വിശേഷണം ചേർക്കാം, മറ്റ് ക്രിയകൾ ചേർക്കാം, നമ്മൾ വഴിയെ പഠിക്കും. അപ്പം ഞാനാണ്, അവനാണ്, അവളാണ്, അതാണ്, മരമാണ്, ചൈൽഡാണ്, ജോണാണ്, നീയാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ആണ്, ഈ പറയുന്ന സമയത്ത് ആണ് എന്ന് പറയാനായിട്ട് നമ്മൾ പഠിച്ചു. ഞാൻ ഇന്നതാണ്, അവര് ഇന്നതാണ്, അവൾ ഇന്നതാണ്. ഓരോ നാമങ്ങൾക്കും ആണ് എന്ന് പറയാൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എണ്ണത്തിൽ ഒറ്റയ്ക്ക് ഉള്ളതാണെങ്കിൽ ഈസ്, എണ്ണത്തിൽ ഒന്നിലധികം ഉള്ളതാണെങ്കിൽ ആറ്. ഐക്ക് മാത്രം ആം. ഐ ആം ഞാനാണ്. ഐ ആം. ഓക്കെ,
ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചു. ആണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് വീണ്ടും ആണ് വന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആയിരുന്നു എന്നുള്ളതാണ്. ആണ് നമ്മൾ പഠിച്ചു. ഇനി ആയിരുന്നു എന്നെങ്ങനെ പറയും? ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നു. അപ്പം ഞാൻ ടീച്ചറാണ്, ഞാൻ വിദ്യാർത്ഥി ആയിരുന്നു എന്നെങ്ങനെ പറയും? അവൻ വിദ്യാർത്ഥി ആണ് എന്ന് നമ്മൾ പറയാൻ പഠിച്ചു. ഹി ഈസ് എ സ്റ്റുഡൻറ്. ആയിരുന്നു എന്നെങ്ങനെ പറയും? അതിനാണ് എണ്ണത്തിൽ ഒറ്റയ്ക്കുള്ളവർക്കുള്ളതാണ് വാസ്. ഈസ് വാസ്, ഈസ് വാസ്, ഈസ് വാസ് ഈസി അല്ലേ പഠിക്കാൻ? ഈസ് വാസ്. അപ്പോൾ ഹി ഈസ് എന്ന് പറഞ്ഞവരൊക്കെ എന്ത് ചെയ്യണം? ഹി വാസ് ആക്കണം. ആയിരുന്നു എന്നുള്ളതിനാണേ. അപ്പൊ ആയിരിക്കുക എന്നുള്ളതിന് 3 കാര്യങ്ങളുണ്ട്. ഭൂതം, ഭാവി, വർത്തമാനം അല്ലേ. വർത്തമാന കാലത്ത് നമ്മൾ പറയുന്ന സമയത്ത് എന്താണ്? ആണ് എന്ന് നമുക്ക് പറയാം. ആയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഇന്നതായിരുന്നു, ഞാൻ സ്കൂളിലായിരുന്നു, പഴയ കാര്യം. അപ്പോൾ ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്, ട്രീ വാസ്, ചൈൽഡ് വാസ്, ജോൺ വാസ്. ജോൺ ആയിരുന്നു. ജോൺ വാസ് എ സ്റ്റുഡൻറ്. ജോൺ വാസ് എ പോലീസ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോൺ ഒരു പോലീസുകാരൻ ആയിരുന്നു. ഓക്കെ. ജോൺ വാസ് എ തീഫ്. ജോൺ നേരത്തെ പോലീസുകാരനായിരുന്നു, നമുക്ക് കള്ളനാക്കാം. ജോൺ വാസ് എ തീഫ് എന്ന് നമുക്ക് പറയാം. ചൈൽഡ് വാസ് ഹാപ്പി. ചൈൽഡ് ഹാപ്പി ആയിരുന്നു. ട്രീ വാസ് ഹെൽത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹെൽത്തി ആയിരുന്നു, ആരോഗ്യമുള്ള ട്രീ ആയിരുന്നു. അല്ലെങ്കിൽ ട്രീ വാസ് കട്ട് എന്ന് നമുക്ക് പറയാം, കട്ട് ചെയ്തു. ഇറ്റ് വാസ് ഗുഡ്. അത് നല്ലതായിരുന്നു. അത് നല്ലതായിരുന്നു. ഇപ്പോഴത്തെ കാര്യമല്ലേ പറയുന്നത്, നല്ലതായിരുന്നു. നല്ലതാണെന്ന് പറയാൻ ഇറ്റ് ഈസ് ഗുഡ് എന്ന് പറയാം. ഇറ്റ് വാസ് ഗുഡ്, നല്ലതായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് നല്ലതായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ഷീ വാസ് എ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഷീ വാസ് എ ടീച്ചർ. ഷീ വാസ് ഹാപ്പി. അവൾ ഹാപ്പി ആയിരുന്നു. അവൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവൾ ഹാപ്പി ആയിരുന്നു. ഷീ വാസ് ഗുഡ് അല്ലെങ്കിൽ ഷീ വാസ് ഫൈൻ എന്നൊക്കെ നമുക്ക് പറയാം. ഹി വാസ് ഗുഡ്. അവൻ നല്ലതായിരുന്നു. അവൻ സ്കൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നോട് ചോദിക്കുകയാണ്. ഹി വാസ് ഗുഡ് അല്ലെങ്കിൽ ഹി വാസ് ഇന്റലിജന്റ്. ഹി വാസ് സ്മാർട്ട്. സ്മാർട്ട് എന്ന് പറയുന്നത് സ്മാർട്ട് ആയിട്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ. ഹി വാസ് സ്മാർട്ട് ആയിരുന്നു. ഹി വാസ് ഇന്റലിജന്റ് ആയിരുന്നു. ഇന്റലിജന്റ് ആണെന്ന് പറയാൻ എന്താണ്? ഹി ഈസ് ഇന്റലിജന്റ്. ഈസ് ആണ്, വാസ് ആയിരുന്നു. നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ളതാ അല്ലേ. ഹി ഈസ് അവനാണ്, ഹി വാസ് അവനായിരുന്നു. ഈ കൂട്ടർക്ക് ഇതാണ്. ഇത് പറഞ്ഞ് ശീലിക്കുക. പോസ് ചെയ്തിട്ട് പറയുക. ഹി ഈസ് ഹി വാസ്, ഷീ ഈസ് ഷീ വാസ്, ഇറ്റ് ഈസ് ഇറ്റ് വാസ്, ട്രീ ഈസ് ട്രീ വാസ്. ഓക്കെ, ആണ്, ആയിരുന്നു. ഇത് 2 പഠിച്ചു. ഇനി നമുക്ക് ഇവരെയും കൂടി ഒന്ന് പഠിച്ചിട്ട് പോകാം. ഐ ആം എന്നല്ലേ നമ്മൾ പഠിച്ചേ? ആയിരുന്നു എന്ന് പറയാൻ ഐ വാസ് തന്നെയാണ്. ഓക്കെ, ഐ ആം, ഐ വാസ്. ഐ ആം ഞാനാണ്. ഐ വാസ് എ സ്റ്റുഡൻറ് അറ്റ് ഇൻ ദ സ്കൂൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഐ വാസ് എ സ്റ്റുഡൻറ് അറ്റ് ഏതെങ്കിലും ഒരു സ്കൂൾ. ഓക്കെ, ഐ വാസ് എ പോലീസ്മാൻ. ഞാനൊരു പോലീസ്മാൻ ആയിരുന്നു. ഐ വാസ് എ ടീച്ചർ. ഐ വാസ് എ ഗവൺമെൻറ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് എംപ്ലോയി നമുക്കറിയാം, ഒരു കാര്യമാണ്, ഒരു വിശേഷണമാണ്. ഞാൻ ആയിരുന്നു ഗവൺമെൻറ് എംപ്ലോയി. ഐ വാസ് എ ഒരു ഗവൺമെൻറ് എംപ്ലോയി. ഓക്കെ, ഐ വാസ് എ പോലീസ്മാൻ. ഞാനൊരു പോലീസുകാരനായിരുന്നു. ഐ വാസ് എ വിസിറ്റർ. ഞാനൊരു വിസിറ്റർ ആയിരുന്നു, എവിടെയെങ്കിലും വിസിറ്റർ ആയിരുന്നു. ഓക്കെ, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. നമുക്ക് കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചും കൂടി എങ്ങനെ സെൻറ്റൻസുകളാക്കാം നമുക്ക് പറയാം. അപ്പോൾ ഐ വാസ് ഞാനായിരുന്നു. ഐ ആം ഞാനാണ്. ഹി ഈസ് അവനാണ്. ഹി വാസ് അവനായിരുന്നു. യു ആർ നീ ആണ്, അല്ലെങ്കിൽ നിങ്ങളാണ്. ദേ ആർ അവരാണ്. അവർ ആയിരുന്നു എന്നെങ്ങനെ പറയും? ദേ വേർ. യു ആർ എന്താണ്? യു ആർ നീ ആണ് അല്ലെങ്കിൽ നിങ്ങളാണ്. യു വേർ നീ ആയിരുന്നു. യു വേർ എ സ്റ്റുഡൻറ്. നീ ഒരു സ്റ്റുഡൻറ് ആയിരുന്നു. നിങ്ങളൊരു സ്റ്റുഡൻറ് ആയിരുന്നു. യു വേർ സ്റ്റുഡൻസ് എന്ന് പറയും. ഒന്നിലധികം വരുമ്പോൾ സ്റ്റുഡൻസ് അല്ലേ. ദേ വേർ സ്റ്റുഡൻസ്. അവർ സ്റ്റുഡൻസ് ആയിരുന്നു. വി ആർ ഞങ്ങളാണ്. വി വേർ. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. യു ആർ, യു വേർ. ദേ ആർ, ദേ വേർ. വി ആർ, വി വേർ. അപ്പോൾ ആറ് ആണ്, വേർ ആയിരുന്നു. ഈസ് ആണ്, വാസ് ആയിരുന്നു. ആം ആണ്, വാസ് ഇവിടുത്തെ വാസ് തന്നെയാണ്, വാസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഐ ആം എന്ന് ചേർത്തിട്ട് നമുക്ക് ഐ ആം പേര് പറയാം. ഐ ആം ജയറാം. എൻ്റെ പേര് ജയറാം എന്നാണ്. അപ്പോൾ ഐ ആം ജയറാം. നിങ്ങളുടെ പേര് താരെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഐ ആം ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഹി ഈസ്, ഹി വാസ്, യു ആർ, യു വേർ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ
ആണ്, ആയിരിക്കുക, ആയിരുന്നു ഇത് കൂടി പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു യൂസ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ പലരും എന്നെ വിളിച്ച്, നമ്പർ അവിടെ ഉണ്ട്, എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കോഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊരു ചെറിയ സീരീസാണ് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്നത്. ഇതുപോലത്തെ 60 വീഡിയോകൾ അടങ്ങുന്ന ഒരു കോഴ്സ് നമുക്കുണ്ട്. 1000 രൂപ മാത്രമാണ് അതിന് വില. അപ്പോൾ അത് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ജയിലേൺ ആപ്പിൽ കയറിയിട്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി, അതിൻ്റെ ലിങ്ക് ഞാൻ തരുന്നതാണ്. അപ്പോൾ 60 വീഡിയോ ക്ലാസ്സുകളുണ്ട്. 60 വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിലൂടെ കാണാം. അത് കൂടാതെ തന്നെ ഒരു ഡെയിലി ഒരു അസൈൻമെൻറ്റ് ഉണ്ടാവും. നമ്മൾ ഓരോ ദിവസവും സെൻറ്റൻസുകൾ ഉണ്ടാക്കി പഠിച്ചല്ലോ, 2 സെൻറ്റൻസ് വീതം നിങ്ങൾ കമൻറ്റിൽ ഇടുന്നുണ്ട്. അതുപോലെ 10 to 15 സെൻറ്റൻസുകൾ നിങ്ങളെ കൊണ്ട് ഉണ്ടാക്കി നിങ്ങളുടെ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് തന്ന് നിങ്ങൾ ഡെയിലി കറക്റ്റ് ചെയ്ത് പോകുന്ന ഒരു പേഴ്സണൽ ട്രെയിനിങ് അടക്കമുള്ളൊരു പ്രോഗ്രാം അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ ആകെ ഫീ വരുന്നത് 1000 രൂപയാണ്. അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ കൂടെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. മറ്റൊരു കാര്യം, നിങ്ങളൊക്കെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുന്നുണ്ട്, ഇറ്റ്സ് വെരി മോട്ടിവേറ്റിംഗ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ആയിരിക്കുക അല്ലെങ്കിൽ ആണ്, ആയിരുന്നു, ഈ 2 കാര്യം നമ്മൾ പഠിച്ചു അല്ലേ? ഐ ആം, ഐ വാസ്, ഹി ഈസ്, ഹി വാസ്. ആണ്, ആയിരുന്നു, ആണ്, ആയിരുന്നു. ഞാനാണ്, ഞാൻ ആയിരുന്നു. ഓക്കെ, ഇത്ര നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ING വാക്കുകളാണ്. ING വാക്കുകൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ പഠിച്ചു പോയാൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇത് നോക്കൂ, ടോക്ക് എന്താണ്? സംസാരം, സംസാരിക്കുക. ടോക്ക് സംസാരം, സംസാരിക്കുക. ടോക്കിന്റെ ഒപ്പം ഒരു ING കൂടെ ചേർത്താൽ, ഏത് ക്രിയയുടെ ഒപ്പവും ING ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എന്താണ് സംഭവിക്കുക? ചെയ്തുകൊണ്ടിരിക്കുക, പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക എന്ന രൂപത്തിലേക്ക് മാറും. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? സ്പീക്ക് ഇങ് ആണ് ചെയ്യുന്നത്. സ്പീക്ക് ഇങ്. സ്പീക്ക് എന്നുള്ളത് സംസാരം അല്ലെങ്കിൽ സംസാരിക്കൂ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ക്രിയയാണ്, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. സംസാരിക്കൂ, സംസാരം എന്നൊക്കെയുള്ള വാക്കാണ്. സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിക്കൽ, സംസാരിച്ചുകൊണ്ടിരിക്കൽ എന്നുള്ള അർത്ഥം. സംസാരിക്കുക, പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രൂപത്തിലേക്ക് മാറും. ഞാനിപ്പോൾ ചെയ്യുന്നത് എന്താണ്? ടീച്ചാണോ ടീച്ചിങ് ആണോ? ടീച്ചിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് വാക്കിന്റെ ഒപ്പം ING ചേർത്ത് കഴിഞ്ഞാൽ അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രൂപത്തിലേക്ക് മാറും. ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക, ആയിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുക, ആയിരിക്കും. അതെന്തുവാകാം? ആണ്, ആയിരുന്നു, ആയിരിക്കും. അതിൻ്റെ ഒപ്പം പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ING. ഓക്കെ, വ്യക്തമായോ? അപ്പൊ ടീച്ച്, പഠിപ്പിക്കൽ. ടീച്ച് പൊതുവെ നമ്മൾ പറയാം, അതിന് കാലമൊന്നുമില്ല, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നോ ചെയ്ത് കഴിഞ്ഞൊന്നുമില്ല. ടീച്ചിങ് പക്ഷെ എന്താണ്? ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നു എന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുക ആയിരുന്നു അല്ലേ? നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഈ പറഞ്ഞ പ്രവൃത്തി അയാൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട്, കണ്ടിന്യൂസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് തന്നെ. അപ്പൊ ടീച്ച് ഇങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഏത് വാക്രിയ എടുത്തോ അത് നിങ്ങൾക്ക് ING ചേർക്കാം. ഡു, ഡൂയിങ്, ബി, ബീയിങ് ഒക്കെ ഉണ്ട്, നമ്മൾ വഴിയെ പഠിക്കും. വേറെ വാക്ക് എന്താ? സ്റ്റഡി, സ്റ്റഡിയിങ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റഡിയിങ്. ഐ ആം സ്റ്റഡിയിങ്. നമുക്ക് അതിലേക്കാണ് കടക്കുന്നത്. അപ്പൊ ക്രിയാവാക്ക് ഐ ആം സ്റ്റഡി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഐ സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് ഐ ആം സ്റ്റഡിയിങ്. ഐ ആം സ്റ്റഡിയിങ്. അപ്പൊ നമുക്ക് കുറച്ച് ക്രിയ നോക്കാം. ക്രിയയുടെ ഒപ്പം ഇതൊക്കെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ഞാൻ ആണ് നമുക്ക് ഇവിടെ ഉണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുക എന്നും കൂടെ ചേർക്കാൻ എന്താ? സ്റ്റഡിയിങ് ചേർത്താൽ മതി. നിങ്ങൾ വിദ്യാർത്ഥികളല്ലേ, അപ്പോൾ സ്റ്റഡി, സ്റ്റഡിയിങ് ആവും. ING, ING, ING. സ്റ്റഡി പഠിക്കുക, സ്റ്റഡിയിങ് പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുക ആണ് നിങ്ങൾ എങ്ങനെ പറയും? ഐ ആം സ്റ്റഡിയിങ്. പഠിച്ചുകൊണ്ടിരിക്കുക ആണ്. ആര്? ഞാൻ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയില്ലല്ലോ, നീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ നമുക്കറിയാം. ആയിരുന്നു കൂടെ പഠിച്ചാലേ അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ വാസ് സ്റ്റഡിയിങ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അവൻ എന്ത് ചെയ്യാണ്? അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എങ്ങനെ പറയും? ഹി
വാസ്, അവനായിരുന്നു വരെ നമുക്കറിയാം, പഠിച്ചു. അവനായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വെർബാണിത്, വെർബ് നടുക്ക് തന്നെ. അപ്പൊ ഹി വാസ് സ്റ്റഡിയിങ്, അവൻ സ്റ്റഡി ചെയ്യുകയാണ്. ഹി വാസ് സ്റ്റഡിയിങ്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും? ഹി ഈസ് സ്റ്റഡിയിങ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് സ്റ്റഡിയിങ്. ഇറ്റ് ഈസ് സ്റ്റഡിയിങ് എന്ന് പൊതുവെ പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ഇന്ന് കമ്പ്യൂട്ടറിൻ്റെയൊക്കെ കാലമാണ്. കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പോലുള്ള നിർമ്മിത ബുദ്ധിയൊക്കെ വരുന്ന കാലമാണ്. അപ്പോൾ ഇറ്റ് ഈസ് സ്റ്റഡിയിങ്, അത് കമ്പ്യൂട്ടർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ഇപ്പോൾ സ്വയം പഠിച്ച് നമ്മളോട് ഓരോ കാര്യമൊക്കെ പറയുന്ന കാലമാണത്. അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ട്രീ ഈസ്, മരം പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ട്രീ ഈസ് സ്വിങ് എന്ന് പറഞ്ഞാൽ ആടുക, ആടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ING ചേർത്താൽ മതി, സ്വിങ്ങിങ്. അപ്പൊ ട്രീ ഈസ് സ്വിങ്ങിങ്, ട്രീ ഈസ് സ്വിങ്ങിങ്. സ്വിങ്, ഊഞ്ഞാലിന് സ്വിങ് എന്നല്ലേ പറയാ, ആടുക, ആടൽ. അപ്പൊ ട്രീ ഈസ് സ്വിങ് എന്നല്ല, ട്രീ ഈസ് സ്വിങ്ങിങ്, ആടിക്കൊണ്ടിരിക്കുകയാണ്. ട്രീ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? ട്രീ വാസ് സ്വിങ്ങിങ്, SWING. അതിൻ്റെ ഒപ്പം ഒരു ING കൂടെ ചേർത്താ സ്വിങ്ങിങ്. ചൈൽഡ് ഈസ്, ഇത് നമുക്ക് എപ്പോഴും പറയേണ്ട കാര്യമായിരിക്കും. സ്ലീപ്പ്, ഉറങ്ങുക, ഉറക്കം. ഉറങ്ങിക്കൊണ്ടിരിക്കുക, ആ ക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ING കൂടി ചേർക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്ലീപ്പ്, ഉറക്കം, ഉറങ്ങുക, ഉറക്കം, ഇതൊക്കെയാണ്. അപ്പൊ കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുക, ആ പ്രവൃത്തി, സ്ലീപ്പ് എന്നുള്ള പ്രവൃത്തി വാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനായിട്ട് എന്താണ്? ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ്. കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? ആയിരുന്നു എന്നുള്ളതിന് എന്താണ്? ചൈൽഡിന്റെ എണ്ണത്തിൽ ഒറ്റയ്ക്കുള്ളത് വാസ്. ചൈൽഡ് വാസ് സ്ലീപ്പിംഗ്. ഇനി ജോൺ ഈസ് സ്ലീപ്പിംഗ്, എന്താണ്? ജോൺ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ വാസ് സ്ലീപ്പിംഗ്, ജോൺ ഉറങ്ങിക്കൊണ്ടിരിക്കുക ആയിരുന്നു. ഓക്കെ, ജോൺ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോൺ ആൻഡ് എബി വരുമ്പോൾ ഈസിന്റെ ഒപ്പമാണോ? എണ്ണത്തിൽ ഒന്നിലധികം ഉള്ളതുകൊണ്ട് ആറും വേറുമാണ്. അപ്പൊ ജോൺ ആൻഡ് എബി ആർ ടോക്കിംഗ്, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജോൺ ആൻഡ് എബി ആർ ടോക്കിംഗ്. ജോൺ ആൻഡ് എബി വേർ ടോക്കിംഗ്, എന്താണ്? സംസാരിച്ചു കൊണ്ടിരിക്കുക ആയിരുന്നു. ഓക്കെ, അപ്പൊ ക്രിയാവാക്കുകൾ നിങ്ങൾ നോക്കൂ. ഏത് ക്രിയാവാക്കുകൾ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് ആലോചിച്ചാൽ കിട്ടും. സ്റ്റഡി, സ്പീക്ക്, ടോക്ക്. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന എന്ത് വാക്കും എന്താണ്? ക്രിയാവാക്കാണ്. നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് ക്രിയാവാക്ക് പറയൂ. വാക്ക്, നടക്കുക. ടോക്ക്, സംസാരിക്കുക. സ്റ്റഡി, പഠിക്കുക. സ്ലീപ്പ്, ഉറങ്ങുക. ടീച്ച്, പഠിപ്പിക്കുക. സിംഗ്, പാടുക. ഡാൻസ് കളിക്കുക. നൃത്തം ചെയ്യുക, നൃത്തം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഡാൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാൻസിങ് എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു, ആ പ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചൈൽഡ് ഈസ് ഡാൻസിങ്, ചൈൽഡ് വാസ് ഡാൻസിങ്. ചൈൽഡ് ഈസ് എന്നുള്ള നമ്മൾ ആദ്യം എന്താ പഠിച്ചേ? ചൈൽഡ് ആണ്. ചൈൽഡ് ഈസ് ഡാൻസ് എന്ന് പറഞ്ഞാൽ ശരിയല്ല കേട്ടോ. ചൈൽഡ് ഡാൻസ് ആണെന്നായി പോകും. ചൈൽഡ് ഡാൻസ് അല്ലല്ലോ, ഡാൻസ് വേറൊരു സാധനം, ചൈൽഡ് വേറൊരു സാധനം. പക്ഷെ കുട്ടി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആര്? ചൈൽഡ് ഈസ്, ചൈൽഡ് ആണ്, കുട്ടിയാണ്, കുട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈൽഡ് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? ചൈൽഡ് വാസ് ഡാൻസിങ്. ഈസ് ആണ്, വാസ് ആയിരുന്നു. അപ്പോൾ ചൈൽഡ് വാസ് ഡാൻസിങ് അല്ലെങ്കിൽ ചൈൽഡ് വാസ് സ്ലീപ്പിംഗ്. ഈ ചിൽഡ്രൻ വരുമ്പോൾ എന്താണ്? ഒന്നിലധികമാണല്ലോ. അപ്പൊ കുട്ടികൾ ആയി. കുട്ടികൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും? ചിൽഡ്രൻ ആർ, ആണ്. ചിൽഡ്രൻ ആർ ഡാൻസിങ്. കുട്ടികൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയും? ചിൽഡ്രൻ വേർ, കുട്ടികളായിരുന്നു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നു. ചിൽഡ്രൻ വേർ ഡാൻസിങ്. ഇതാണ് അതിന്റെ ഓർഡർ. ഈസ് വാസ് നാമം, ഈസ് വാസ് ക്രിയയുടെ ING രൂപം. നാമം, ഈസ് വാസ് ക്രിയയുടെ ING രൂപം. നാമം, ആറ് പേര്, ക്രിയയുടെ ING രൂപം. ഐക്ക് മാത്രം ഐ, ആം അല്ലെങ്കിൽ വാസ് ക്രിയയുടെ ING രൂപം. നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എത്രയധികം സെന്റൻസുകൾ പഠിച്ചു നിങ്ങൾ ഓർക്കുക, റിവൈസ് ചെയ്യുക. അപ്പോൾ ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ഡാൻസിങ്, ഞാൻ നേരത്തെ എന്ത് ചെയ്യായിരുന്നു? ഐ വാസ് സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങായിരുന്നു. അല്ലെങ്കിൽ ഐ വാസ് ഈറ്റിംഗ്, ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഈറ്റിംഗ്. ഇപ്പൊ എന്ത് ചെയ്യാണ്? എന്നെ ഒരാൾ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്, ഐ ആം ടീച്ചിങ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ എന്ത് പറയാം? ഐ ആം ഈറ്റിംഗ്. നിന്നെ നേരത്തെ വിളിച്ചപ്പോൾ കിട്ടിയില്ലോ, നീ എന്ത് ചെയ്യായിരുന്നു? ഐ വാസ് ഈറ്റിംഗ്, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നു.
അപ്പൊ കൊണ്ടിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്ത്, ING കൂടി നമ്മൾ ഒരു വെർബിന്റെ ഒപ്പം ആഡ് ചെയ്താൽ. അപ്പൊ വെർബ് എന്താണ്, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക്. അതിൻ്റെ ഒപ്പം നമ്മൾ ING കൂടെ ആഡ് ചെയ്താൽ അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള രൂപമായി. ചെയ്തുകൊണ്ടിരിക്കുക ആണ്, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏത് രീതിയിൽ നമുക്ക്, കാരണം ഇത് ചെയ്യുന്നത് ഒരു ആളാണല്ലോ, ഈ പറയുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ആണല്ലോ ഇത് ചെയ്യുന്നേ. അപ്പോൾ അവരാണ്, അവരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ മതി. ക്രിയയ്ക്ക് അതായിട്ട് ബന്ധമില്ല. ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക ആണ്, ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നാളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ആയിരിക്കും കൂടെ പഠിക്കും അല്ലേ. അപ്പോൾ ആൾക്കാണത് മാറണ്ടേ. ഹി ഈസ്, ഹി വാസ്. യു ആർ, യു വേർ. യു വേർ സ്ലീപ്പിംഗ്, നീ ഉറങ്ങുകയായിരുന്നു. ദേ ആർ സ്റ്റഡിയിങ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. അപ്പം പ്ലേ എന്ന വാക്ക് എന്താണ്, കളിക്കുക. അപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ പറയും, അത് നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തണേ. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രേഖപ്പെടുത്തുക, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നു എന്നതും രേഖപ്പെടുത്തുക. ഓക്കെ, ഈ രണ്ട് കാര്യമാണ് ഇന്ന് നിങ്ങൾ ചെയ്തതിൻ്റെ. കുട്ടികളാണ്, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി കുട്ടി കളിക്കുകയാണ്, കുട്ടി കളിക്കുകയായിരുന്നു, ഇതും രേഖപ്പെടുത്തുക. 4 കാര്യമാണ്. കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ചൈൽഡ്, ചിൽഡ്രൻ, ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് കോഴ്സ് നമ്മുടെ ആപ്പിലുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ആ നമ്പർ 9778285055 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ റിപ്ലൈ കിട്ടുന്നതാണ്. അതിൽ നിങ്ങളൊരു മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ ഒരു 60 ദിവസം അടങ്ങുന്ന കോഴ്സാണ്. ഒപ്പം പേഴ്സണൽ ട്രെയിനിങ് ഉണ്ട്. നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളൂടെ വേണം, അത് ഗ്രൂപ്പായിട്ട് അവൈലബിൾ ആണ്. ഒറ്റയ്ക്ക് ഞാൻ അല്ലെങ്കിൽ മറ്റ് ട്രെയിനേഴ്സ് ഉണ്ട് ഇവിടെ ജയിലുകളിൽ. അപ്പോൾ മറ്റ് ട്രെയിനേഴ്സായിട്ട് ഡയറക്റ്റ് കണ്ട് സംസാരിക്കണം, അങ്ങനെയുള്ള ട്രെയിനിങ് ആണെങ്കിലും അത് അവൈലബിൾ ആണ്. ഇപ്പോൾ ന്യൂ ഇയർ ഓഫർ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇത് 1500 രൂപയുടെ കോഴ്സാണ്. 60 വീഡിയോ ക്ലാസ്സുകൾ ആപ്പിലുള്ളത്. അതിനിപ്പോൾ 1000 രൂപയാണ്, നേരത്തെ 1500 ആണ്. ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ടുള്ള ഓഫറാണ്. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ വിഷസ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആ 4 സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതി കമൻറ്റ് ബോക്സിൽ ഇടുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.